ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ ഉടൻ അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരും. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ ഉയർത്തുന്ന സസ്പെൻസ് പട്ടിക പ്രഖ്യാപനത്തോടെ അറിയാം. ആകാംക്ഷ നിറയ്ക്കുന്ന ചോദ്യം ഇതാണ്: വാരാണസിക്ക് പുറമെ മോദി തെക്കേ ഇന്ത്യയിൽ ഒരു സീറ്റിൽ കൂടി മത്സരിക്കുമോ? അത് തമിഴ്നാട്ടിൽ നിന്നാകുമോ? ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, എപ്പോഴേക്ക് ഈ പട്ടിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയുന്നത്? മോദി തെക്കേ ഇന്ത്യയിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി എന്ന് പറയാമോ? വേണു, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനായുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിച്ചത്. 11 മണിക്ക് ആരംഭിച്ച ചർച്ചകൾ പുലർച്ചെ 4 മണി വരെ നീണ്ടുനിന്നു. ഇത്രത്തോളം ദൈർഘ്യമേറിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പാർലമെന്ററി ബോർഡ് യോഗങ്ങൾ ഇതിനു മുമ്പായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഏതാണ്ട് 4 മണിക്കൂറോളം പ്രത്യേക ചർച്ചകൾ നടത്തിയിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. 400 സീറ്റുകൾ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി ഉള്ള കൂടിയാലോചനകൾ, അതിൽ പ്രധാനമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ തന്റെ സിറ്റിംഗ് മണ്ഡലമായ വാരണാസിക്ക് പുറത്ത് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണോ എന്ന കാര്യമാണ്. ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തുടക്കം മുതൽ തന്നെ ഇത്തവണ ഉണ്ടായിരുന്നു. കേരളവും തമിഴ്നാടും പരിഗണിക്കുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളം ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ തന്നെ 2 മണ്ഡലങ്ങളാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് മത്സരിക്കാനായി പരിഗണിക്കുന്നത്. അതിൽ ഒന്ന് എന്നുള്ളത് രാമേശ്വരം ക്ഷേത്രം ഉൾപ്പെടുന്ന രാമനാഥപുരം മണ്ഡലമാണ്. മറ്റൊന്ന് കന്യാകുമാരിയാണ്. ഇത് രണ്ടും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാംസ്കാരിക പൈതൃകം അടക്കമുള്ളവ പരിഗണിക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഇതിൽ ഏത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി മത്സരിക്കുമ്പോൾ അത് പാർട്ടിക്ക് 100% വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന, ഒപ്പം തന്നെ അതിലൂടെ ദക്ഷിണേന്ത്യയിലും ഒട്ടും പിന്നിലല്ല BJP എന്ന വലിയ സന്ദേശം കൂടി നൽകാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലായിരിക്കണം എന്ന ഉറപ്പ് തമിഴ്നാട് BJPക്ക് ഉണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നടന്ന ചർച്ചകളിൽ 4 മണ്ഡലങ്ങളെ കുറിച്ചാണ് ചർച്ചകൾ നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ നിലവിലെ PCC അധ്യക്ഷൻ അണ്ണാമലൈ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആദ്യ പട്ടികയിൽ ഉണ്ടാകും. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിന് പുറമെ ഈ മറ്റ് 2 മണ്ഡലങ്ങൾ രാമനാഥപുരവും കന്യാകുമാരി അടക്കമുള്ള മണ്ഡലങ്ങൾ പരിഗണനയിലുണ്ട്. രാമനാഥപുരം ഒരു ന്യൂനപക്ഷ സ്വാധീനം ഏറെയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് 40% വോട്ടുകൾ നേടി വിജയിച്ച മണ്ഡലമാണ്. അവിടെ മത്സരിച്ചാൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം കൂടി രൂപപ്പെട്ട സാഹചര്യത്തിൽ കനത്ത മത്സരം ഒരുങ്ങും. കൂടുതൽ സമ്മർദ്ദം പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുമെന്ന സാഹചര്യം ഉണ്ട്. എന്നാൽ കന്യാകുമാരി ആണെങ്കിൽ അത് BJP 2 തവണ മുൻപ് പൊൻ രാധാകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ്. പ്രധാനമന്ത്രി മത്സരിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഒപ്പം തന്നെ തമിഴ്നാട് ഘടകത്തിന്റെ കൂടി അവലോകനം പരിഗണിച്ച് മാത്രമേ അത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയുള്ളൂ. പ്രധാനമന്ത്രി 2ാമത്തെ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ, തമിഴ്നാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആദ്യ പട്ടികയിൽ തന്നെ ഉണ്ടായേക്കില്ല എന്നുമുള്ള സൂചനയുണ്ട്. അടുത്ത ഒരു ഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ 2ാമത്തെ മണ്ഡലം പ്രഖ്യാപിക്കുക എന്നുമാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രധാനമന്ത്രിയുടെ അന്തിമ തീരുമാനം തന്നെയായിരിക്കും ഇതിൽ നിർണായകമായി മാറുക. പട്ടിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം വരെ BJP നേതൃത്വം നൽകിയ സൂചനയെങ്കിൽ അത് മറ്റന്നാളത്തേക്ക് മാറിപ്പോയേക്കും എന്ന സൂചനകൾ, അത്രത്തോളം നേരിയ തോതിൽ വൈകിയേക്കും എന്ന സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം ആദ്യ പട്ടിക ഏതാണ്ട് 125ഓളം പേരുകൾ ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി അടക്കമുള്ള പേരുകൾ, ഒപ്പം തന്നെ ചില അപ്രതീക്ഷിത പേരുകൾ, സിനിമ, ഒപ്പം ക്രിക്കറ്റ് മേഖലയിൽ നിന്നുള്ള ചില പ്രമുഖർ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന സൂചനയുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് പാർട്ടി പരാജയപ്പെട്ട, കടുത്ത മത്സരമൊരുക്കിയാൽ ജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഈ ആദ്യ പട്ടികയിൽ തന്നെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചരണം ആരംഭിക്കാനാണ് BJPയുടെ പദ്ധതി. എന്തായാലും നിലവിലെ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സൂചനയനുസരിച്ച് മറ്റന്നാൾ മാർച്ച് 3-ന് വാർത്താ സമ്മേളനം വിളിച്ചായിരിക്കും ഈ പട്ടിക പുറത്തുവിടുക. പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വേണു.
ശരി, ബൽറാം തുടരുക. BJPക്ക് 370 സീറ്റ് എന്ന മോദിയുടെ ലക്ഷ്യത്തിനൊപ്പം ദക്ഷിണേന്ത്യ നിൽക്കുമോ? തെക്കേ ഇന്ത്യയിൽ BJP ലക്ഷ്യമിടുന്നത് എത്ര സീറ്റുകൾ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ BJPയുടെ ഇതുവരെയുള്ള പ്രകടനം എങ്ങനെയായിരുന്നു? വിലയിരുത്തലുമായി എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. വിജയകുമാർ, തെക്കേ ഇന്ത്യ ഇത്തവണ മോദിയുടെ 370 എന്ന ലക്ഷ്യത്തിന് എത്രമാത്രം പ്രധാനമാണ്? മോദി വരിക വഴി എന്ത് സംഭവിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു? ഇതുവരെയുള്ള പ്രകടനത്തിന്റെ ഒരു ചരിത്രം BJPയെ സംബന്ധിച്ച് എന്ത് സൂചനകൾ നൽകുന്നതാണ്, എന്ത് വെല്ലുവിളികൾ നൽകുന്നതാണ്? വേണു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം കർണാടക മാറ്റി നിർത്തിയാൽ അങ്ങനെ കാര്യമായി എന്തെങ്കിലും വലിയ നേട്ടമുണ്ടാക്കിയ ചരിത്രം ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയെ കൂടി കുറച്ചുകൂടി BJP അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഏതാണ്ട് 130 സീറ്റുകളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാകെ ലോക്സഭയിലേക്ക് പോകുന്നത്. ആ 130-ൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകൾ മാത്രമേ BJPക്ക് കിട്ടിയിട്ടുള്ളൂ. വടക്കേ ഇന്ത്യയിൽ തൂത്തുവാരുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്ന BJPക്ക് പക്ഷേ ദക്ഷിണേന്ത്യയിൽ 1-2 സംസ്ഥാനങ്ങളിൽ മാത്രമേ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്നതൊരു വസ്തുതയാണ്. കഴിഞ്ഞ തവണ 130-ൽ വെറും 30 സീറ്റിൽ BJP ഒതുങ്ങിപ്പോവുകയും ചെയ്തു. ഇത്തവണ അതിൽ കർണാടക ഭരണം നഷ്ടപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തിരിച്ചടി ഉണ്ടാകില്ല എന്നാണ് BJPയുടെ ആഭ്യന്തര സർവേകളൊക്കെ പറയുന്നത്. അവിടെ JDSനെ കൂടി ചേർത്ത് 20-ലധികം സീറ്റ് അവിടെ ഉറപ്പിക്കുന്നുണ്ട് BJP ഇപ്പോഴത്തെ നിലയിൽ. അവിടെ വലിയ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന് BJP കരുതുന്നു. തമിഴ്നാട്ടിലേക്ക് വന്നാൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അണ്ണാമലൈ എന്ന BJPയുടെ യുവ നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷന്റെ ചുമലിലേറി BJP മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് BJPയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമാണ് അണ്ണാമലൈ നടത്തിയ സംസ്ഥാന പര്യടനം, എൻ മണ്ണ് എൻ മക്കൾ സംസ്ഥാന പര്യടന ജാഥ അവസാനിച്ചത്. പ്രധാനമന്ത്രി അവിടെ എത്തിയിരുന്നു. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിൽ BJP ഏറെക്കുറെ അങ്ങനെ വലിയ സഖ്യമൊന്നുമില്ലാതെ AIADMK ദുർബലമായി, അത് ശിഥിലമായി. BJP വേഴ്സസ് DMK എന്ന മട്ടിലേക്ക് അവിടുത്തെ രാഷ്ട്രീയത്തെ എത്തിക്കാൻ അണ്ണാമലൈ എന്ന നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വോട്ടായി മാറുമോ എന്നറിയില്ല. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം എന്നത് അവിടെ രാമനാഥപുരത്തോ കന്യാകുമാരിയിലോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ അത് തമിഴ്നാട്ടിൽ BJPയുടെ സാധ്യതകൾ കുറെ കൂടി മെച്ചപ്പെടുത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ വന്ന ചില സർവേകൾ BJPക്ക് അവിടെ 4 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേയുടെ ആദ്യ സർവേയിൽ BJPക്ക് 0 മുതൽ 2 എന്നതായിരുന്നു കണക്ക്. അങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, അവിടെ വലിയ ആൾക്കൂട്ടം BJPയുടെ റാലികളിൽ വരുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി തുടർച്ചയായി തമിഴ്നാട്ടിൽ വന്നു. അവിടെ ഈ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, രാമസേതു, രാമേശ്വരം, അവിടെയൊക്കെ തുടർച്ചയായി കോദണ്ഡരാമ ക്ഷേത്രം, അവിടെയൊക്കെ തുടർച്ചയായി അദ്ദേഹം പോകുന്നു. ഇതൊക്കെ തമിഴ്നാട്ടിൽ BJP നരേന്ദ്രമോദിയെ വെച്ചെന്തോ നീക്കം നടത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി ഒക്കെ വിലയിരുത്തുന്നുണ്ട്. അവിടെ നരേന്ദ്രമോദി മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാകും എന്ന് BJP കരുതുന്നു. പക്ഷെ അപ്പോഴും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യമായി DMKയുടെ നേതൃത്വത്തിൽ നിൽക്കുകയാണ്. അവിടെ ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ. ദ്രാവിഡ വോട്ടുകളെ സമാഹരിക്കുന്നതിൽ സ്റ്റാലിൻ നടത്തുന്ന നീക്കങ്ങൾ ഏറെക്കുറെ എല്ലാ തരത്തിലും വിജയിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഒരു പോരാട്ടത്തിന് മോദി രംഗത്തിറങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലൊരു ഖണ്ഡിതമായ തീരുമാനത്തിലേക്ക് BJP നേതൃത്വം എത്തിയെന്ന് ഈ ഘട്ടത്തിലും നമ്മൾ കരുതുന്നില്ല. തെലങ്കാനയിലേക്ക് വന്നാൽ BJPക്ക് 5 ലോക്സഭാ സീറ്റുകളുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല നേതാക്കളുള്ള ഒരു മേഖല കൂടിയാണ്. BJPയെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ DMK ദുർബലമായപ്പോൾ ആ വോട്ട് ബാങ്ക്, അതിലെ സോഫ്റ്റ് ഹിന്ദുത്വ വോട്ടുകൾ BJPയിലേക്ക് വന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിന് സമാന സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് തെലങ്കാന. BRS എന്ന രാഷ്ട്രീയ പാർട്ടി അതിന് ഭരണത്തിൽ നിന്ന് പോയതോടെ അത് ദുർബലമാകുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടി ദുർബലമാകുമ്പോൾ അവിടെയുള്ള ഈ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് എത്തുമെന്നതാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനത്ത് തെലങ്കാനയിൽ എന്തെങ്കിലുമൊക്കെ കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് BJP കരുതുന്നുണ്ട്. ആന്ധ്രയിലേക്ക് വന്നാൽ ആന്ധ്രയിൽ BJPക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി, YSR കോൺഗ്രസ് BJPയുമായി ഏതാണ്ട് അതിൻ്റെ ഒരു നിശബ്ദ NDA അംഗം എന്ന മട്ടിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. BJPയുമായി സഖ്യത്തിന് തെലുങ്ക് ദേശം പാർട്ടി തയ്യാറാണ്. ചന്ദ്രബാബു നായിഡു തയ്യാറാണ്. അവിടെ BJPയുടെ ആശയക്കുഴപ്പം, കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിൽ
ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടണോ അതോ YSR കോൺഗ്രസിനെ ജഗൻമോഹനെ കൂട്ടണോ എന്ന് തന്നെയായിരിക്കും അവിടെ ഒരു സഖ്യകക്ഷിയെ തീരുമാനിക്കലാകും BJP-യെ സംബന്ധിച്ച് നിർണായകമാവുക. കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക, മുന്നോട്ട് പോകുക, വോട്ട് ശതമാനം 15-നും 20-നും ഇടയിലെത്തിക്കുക എന്നതൊക്കെയാണ് BJP-യുടെ പ്രതീക്ഷ. മോദി തമിഴ്നാട്ടിൽ മത്സരിച്ചാൽ അതിന്റെ പ്രഭാവം കേരളത്തിൽ അല്ലെ കന്യാകുമാരിയിൽ മത്സരിച്ചാൽ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകുമെന്ന് BJP കരുതുന്നുണ്ട്. എന്തായാലും സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ച് അവരുടെ 370 എന്ന മാജിക് ഫിഗറിലേക്ക് എത്തണമെങ്കിൽ അതിൽ നിർണായകമാണ്. അതിനിപ്പോഴെടുത്ത ജോലിയേക്കാൾ കൂടുതൽ എടുക്കേണ്ടി വരുമെന്നത് BJP നേതാക്കൾക്ക് അറിയാം. അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമനും ജയശങ്കറും ഒക്കെ മത്സര രംഗത്തേക്ക് ഇറങ്ങുക, തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെയായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എന്തായാലും ക്രൂഷ്യലാണ് ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. BJP കാര്യമായ ഗെയിമിന്, കാര്യമായ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്ന മേഖല കൂടിയാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്. അത് ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ രാഷ്ട്രീയ കൗതുകത്തോടെ നിരീക്ഷിക്കേണ്ട സംസ്ഥാനമാവുകയും ചെയ്യുന്നുണ്ട്. ശരി, ദക്ഷിണേന്ത്യയിൽ BJP-യുടെ രാഷ്ട്രീയ പദ്ധതി എന്ത് എന്നതിനെ സംബന്ധിച്ച വിലയിരുത്തലാണ് SB ജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്. ഒരിക്കൽ കൂടി ബൽറാമിലേക്ക്. കർഷക പ്രക്ഷോഭത്തിനിടെ ഹരിയാനയിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് അമിതമായ ആത്മവിശ്വാസം കൊണ്ടോ? UP-യിലെ RLD ഫാക്ടർ കർഷക പ്രതിഷേധത്തിനിടയിലും BJP-ക്ക് വൻ വിജയം സമ്മാനിക്കുമോ? ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ബൽറാം, കർഷക പ്രക്ഷോഭം ഒരു വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതി, അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല അത് BJP-ക്ക് ആത്മവിശ്വാസം നൽകുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത രൂപത്തിൽ നിഷ്പ്രഭമായി പോകുന്നു എന്നാണോ ഈ കൂടിയാലോചനകൾ, സഖ്യകക്ഷികളെ പുതുതായി ഉൾപ്പെടുത്തൽ, അവരുമായുള്ള ധാരണ ഇതെല്ലാം വ്യക്തമാക്കുന്നത്? വേണു, ഈ കർഷക പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഒപ്പം തന്നെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ്. ഇതിൽ പഞ്ചാബ് യാതൊരു തരത്തിലും BJP പ്രതീക്ഷ വയ്ക്കുന്നില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം BJP നേരത്തെ തന്നെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ആഭ്യന്തര സർവേ ഹരിയാനയുടെ കാര്യത്തിൽ നടത്തിയിരുന്നു. 2019 തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നു പോകേണ്ട സാഹചര്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും കോൺഗ്രസിലെ പടലപ്പിളക്കങ്ങൾ, ഒപ്പം തന്നെ നിലവിലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന്റെ ജനപ്രീതിയും തന്ത്രജ്ഞതയും അതാണ് BJP-ക്ക് തുടർഭരണം നൽകിയത്. JJP-യുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചു. എന്നിരുന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കർഷക പ്രക്ഷോഭങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിലവിലൊരു തിരഞ്ഞെടുപ്പ് നടന്നാൽ 15 സീറ്റുകൾ പോലും BJP-ക്ക് ലഭിക്കില്ല സംസ്ഥാനത്ത് എന്നാണ് ആഭ്യന്തര സർവേ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ അതേ സർവേയിൽ എന്നാൽ ലോക്സഭയിലേക്ക് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാൻ ജനങ്ങൾ മുഴുവനായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് BJP-ക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിൽക്കാൻ ആത്മവിശ്വാസം നൽകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തുന്നതടക്കം ആലോചിച്ചിരുന്നെങ്കിലും അത്തരത്തിൽ നടത്തിയത് കൊണ്ടും കാര്യമില്ല എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഹരിയാനയിൽ JJP-യെ ഒഴിവാക്കി ആ ഒരു സീറ്റ് JJP-ക്ക് നൽകുന്നത് പോലും ഒഴിവാക്കി ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെയാണ് കർഷക പ്രക്ഷോഭം ബാധിക്കുന്നത്. ജാട്ട് വിഭാഗം 2014 BJP-യുടെ ഉത്തർപ്രദേശിലെ വലിയ കരുത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു വിഭാഗമാണ്. അവരുടെ പിന്തുണ മുസഫർ നഗർ കലാപത്തെ തുടർന്ന് BJP-ക്ക് അനുകൂലമായി. എന്നാൽ കർഷക പ്രക്ഷോഭത്തിന്റെ ശക്തി എന്നുള്ളതും ഈ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ കരിമ്പ് കർഷകരായ ജാട്ട് വിഭാഗമാണ്. അവരെ പ്രതിനിധാനം ചെയ്യുന്ന RLD-യെ കൂടെ നിർത്തിയതും ഈ ജാട്ടുകളുടെ രോഷം മറികടക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ്. എന്നാൽ പ്രക്ഷോഭം വീണ്ടും ഉടലെടുത്തത് RLD-ക്ക് നേരിയ തരത്തിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. അതിനെ എന്നാൽ ഇപ്പോൾ ഒരു സഖ്യത്തിലൂടെ 2 സീറ്റ് നൽകി, ഒപ്പം തന്നെ ഉത്തർപ്രദേശ് മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനവും നൽകി അവരെ കൂടെ നിർത്താം എന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിലൂടെ വലിയൊരു പരിധിവരെ ഈ കർഷക രോഷം മറികടക്കാനാകും എന്നുമാണ് BJP കണക്കാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഒരു ഇടവേള കൂടി.